ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ബാംഗ്ലൂരിലത്തെ ഹജ്ജ് ഭവനാണ് കേട്ടോ. ഹജ്ജ് ഭവൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഹജ്ജിൻ്റെ സീസണാണല്ലോ. കർണാടകയിലെ എല്ലാ സ്ഥലത്തെ ആൾക്കാർ ഈ ഹജ്ജ് ഭവനിൽ വന്നിട്ടാണ് ഹജ്ജിന് പോകേണ്ടത് കേട്ടോ. ഇതൊരു ഗവൺമെൻറ്റിൻ്റെ ഹജ്ജ് കമ്മിറ്റിയാണിത്. അപ്പോൾ ഈ ഗവൺമെൻറ് കോട്ടയിൽ പോണ എല്ലാ ഹാജിമാരും ഈ ഹജ്ജ് ഭവനിൽ വന്നിട്ട് ഇവിടെ നിന്നാണ് അവർക്ക് എയർപോർട്ടിലേക്ക് പോകേണ്ടത് കേട്ടോ. വലൈക്കും അസ്സലാം. बोलो कैसे? बहुत हमें हाजियाँ की खिदमत करने के वास्ते ओके ठीक है. आप हमें तो यूट्यूबर है. हमारा भी कोई जा रहा है आज, हमारा भी इसलिए आया. आप लोग खाना खाया? हाँ अभी खाने जा रहे हैं. ठीक है. खा के आप कहाँ से? आपका यूट्यूब चैनल क्या है? नहीं, मेरा तो केरला का चैनल है. आप केरला के? हाँ, मैं केरला का. नहीं, आप लोग कहाँ से आए? इधर ही बेंगलुरु है. जी हम इधर ही हाँ माहौल मस्जिद इधर ही कमेटी की तरफ से. ഓക്കെ ഓക്കെ ശുക്രിയ. ഓക്കെ അമ്മ, താങ്ക് യു. ഓക്കെ ബായ്. അപ്പോൾ ഈ സംസാരിച്ച ഗേൾസ് ഉണ്ടല്ലോ, അവർ ഈ ഹജ്ജിന് പോകുന്ന ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യാനുള്ള കമ്മിറ്റിയുടെ ആൾക്കാരാണ് കേട്ടോ. ലേഡീസിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പിംഗ് ഒക്കെ വേണമെങ്കിൽ അവർക്ക് അത് ഹെൽപ്പിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള കമ്മിറ്റിയുടെ ആൾക്കാരാണ് ഇവർ. അപ്പോൾ ഈ ബസ്സിലാണ് ഇവിടുന്ന് ആൾക്കാരെ എയർപോർട്ടിൽ കൊണ്ടുപോകണത് കേട്ടോ. അപ്പോൾ അതിനുള്ള ബസ്സുകളൊക്കെയാണ് റെഡി ആയി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് ഇവിടെ ഇഷ്ടംമാതിരി ആൾക്കാർ, അതാ പറഞ്ഞ കർണാടകയിലെ എല്ലാ സ്ഥലത്തെയും ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നാണ് ഹജ്ജിന് പോകണം കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മുടെ ഇവിടുന്ന് ഈ സ്ഥലത്തുനിന്ന് ഇവിടെ വന്നിട്ട് അവരുടെ വിസ പ്രോസസ്സിങ്ങൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഇമിഗ്രേഷനൊക്കെ നടക്കും. ഇമിഗ്രേഷനൊക്കെ ഇവിടെ നിന്ന് ചെയ്തിട്ടാണ് ഇവരെന്നെ ഇവിടുന്ന് എയർപോർട്ടിൽ കൊണ്ടുപോകുന്നത് കേട്ടോ. പിന്നെ ഇവർക്ക് എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നേരിട്ട് ഫ്ലൈറ്റിന് അവിടെ പോയാൽ മതി. അവിടെ പോയിട്ട് ഇമിഗ്രേഷൻ അങ്ങനെയൊന്നുമില്ല. എല്ലാ ചെക്കിങ്ങും ഇവിടെ നിന്ന് തന്നെ കഴിയും അവരുടെ. പിന്നെ ലഗേജൊക്കെ ഇവിടുന്ന് തന്നെ ബസ്സിൽ എവിടെയാണെങ്കിൽ കൊണ്ടുപോകണം അവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്നെല്ലാം എല്ലാം ഇത് ചെയ്ത് കൊടുക്കും കേട്ടോ. ഇവർക്ക് വെറുതെ ഇവരുടെ കയ്യിലുള്ള ഹാൻഡ് ലഗേജ് മാത്രം എടുത്ത് പോയാൽ മതി. ബാക്കിയെല്ലാം പിന്നെ അവർ ചെന്ന് ഇറങ്ങുമ്പോൾ അവിടെ കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടുന്ന് ഹജ്ജ് കമ്മിറ്റി ചെയ്ത് കൊടുക്കും. ഇത് ഗവൺമെൻറ്റിൻ്റെ വകയായിട്ടാണ് ഈ സ്ഥലം. അപ്പോൾ എല്ലാ വർഷവും ഇവിടുന്ന് ഇങ്ങനെ ആൾക്കാർ ഇവിടെ നിന്നാണ് ഹജ്ജിന് പോകണം. കർണാടകയിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ വന്നിട്ടാണ് പോകട്ടോ. അവരവരെ എന്തെന്നാ അവരുടെ ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ അത് അതിൻ്റെ ദിവസം നോക്കി അവിടെ വരും. ദൂരത്തുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒരു ദിവസമൊക്കെ മുമ്പ് വന്ന് ഇവിടെ എവിടെയെങ്കിലും അടുത്തൊക്കെ റൂമൊക്കെ എടുത്ത് താമസിക്കും കേട്ടോ. ഇതെന്ന് പറഞ്ഞാൽ ഈ ഹജ്ജിന് പോകുന്ന ആൾക്കാരുടെ കൂടെ വരുന്ന അവരുടെ സ്വന്തക്കാരും റിലേഷനൊക്കെ ഉണ്ട്, ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലങ്ങളാണ് കേട്ടോ, ഇരിക്കാനുള്ള സ്ഥലമാണ്. അതിനുവേണ്ടി ഉണ്ടാക്കിയാണ് ഒരു ഷെഡാണിത്. നല്ല ഫാൻ ഇതിനൊക്കെ ഇട്ട് നല്ല അടിപൊളിയാക്കി ഇട്ടുണ്ട്. പിന്നെ ഈ വരുന്ന ഹാജിമാർ ഈ ഡോറിൽ കൂടിയാണ് ഹജ്ജ് കമ്മിറ്റിയുടെ ഉള്ളിലേക്ക് പോകേണ്ടത്, ഹജ്ജ് ഭവൻ്റെ ഉള്ളിലോട്ട് കയറി പോകേണ്ടത്. അവിടെ അതിൻ്റെ ഉള്ളിലാണ് അവരുടെ എല്ലാ ചെക്കിങ്ങും പിന്നെ ഇമിഗ്രേഷനൊക്കെ നടക്കുന്നത്. അവരുടെ ലഗേജുകളൊക്കെയാണ് ഇരിക്കണത്. ഇതൊക്കെ വണ്ടിയിൽ കൊണ്ടുപോകാനായിട്ട് ആൾക്കാരുണ്ട് കേട്ടോ. അത് അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്കുള്ള ജ്യൂസ്, പിന്നെ കുട്ടികളൊക്കെ വരുമല്ലോ ഫാമിലി, അവർക്ക് ചോക്ലേറ്റുകൾ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ആൾക്കാരുടെ കടയാണ് ഇത്. കണ്ടില്ല, ഇവരാണ് കടയുടെ ഓണർമാർ കേട്ടോ. ഇവർ നടത്തുന്ന കടയാണ്. യൂട്യൂബ് में आ जाएगा, पुराना है ना, यूट्यूब में आ जाएगा तुम लोग सब. ओके हाँ ठीक है, ओके शुक्रिया. ഇവരെല്ലാവരും കൂടിയിട്ടാണ് കട നടത്തണേ, കണ്ടില്ലേ ആൾക്കാർ. അപ്പോൾ ഇങ്ങോട്ടാണ് ഈ കടയുടെ ഓണർ കേട്ടോ. ഈ വെള്ളത്തൊപ്പി വെച്ചാൽ അവനെ കൊണ്ട് സംസാരിപ്പിക്കും. ദുക്കാൻ 15 दिनों से. अभी कितना दिन रहेगा? ईद तक है? अभी रहेगा, अभी 15 तारीख तक रहेगा. हाँ ठीक है ओके. അപ്പോൾ ഇവിടുന്ന് 15 ദിവസമായിട്ട് ആൾക്കാർ ഹജ്ജിന് പോകാൻ തുടങ്ങിയിട്ട്, ഇത് 15ാമത്തെ ദിവസമാണിത്. അപ്പോൾ അതാണ് അവർ പറഞ്ഞു 15 ദിവസമായിട്ട് ഈ കട തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇനി ഈ മാസം ഒരു 20-25 തീയതി വരെ ഇവിടുന്ന് ഫ്ലൈറ്റുകളുണ്ട് കേട്ടോ. ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റുകൾ പോകും. അത് കഴിഞ്ഞാൽ പിന്നെ നിൽക്കും. അപ്പോൾ അതുവരെ ഉണ്ടാവും കടന്ന് അവർ പറഞ്ഞു കേട്ടോ. പണ്ടില്ല ആൾക്കാരൊക്കെ ഇഷ്ടംമാതിരിയാണ് വന്നിട്ടുണ്ട്. ഈ പോകുന്ന ആൾക്കാരുടെ റിലേഷനും ഫ്രണ്ട്സും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വന്നേക്കാണ്. പിന്നെ ഈ ദൂരെ സ്ഥലത്ത് നിന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ ഫാമിലി ഫുള്ളായിട്ട് വരും അവരെന്നെ പറഞ്ഞേക്കാനായിട്ട്. അപ്പോൾ അതിൻ്റെ ആൾക്കാരൊക്കെയാണ് ഇത് കേട്ടോ. നല്ല ഇത് ഈ ഹജ്ജ് കമ്മിറ്റി ഹജ്ജ് ഭവൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. ഇങ്ങനെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഷെഡും കുടിക്കാനുള്ള വെള്ളമൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള എല്ലാ സൗകര്യവും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോ ആൾക്കാർ ഓരോ ഫാമിലികൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കാണ്ട് പോകാനായിട്ടുള്ളവരെ അവരെന്നെ കാണാനുള്ള അവരുടെ ഫാമിലിക്കാരും എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരാണ് ഈ കാണുന്നത്. ഭയങ്കര കൂട്ടാണ് കേട്ടോ. അത് കാരണം ഭയങ്കര ഒച്ചയും ബഹളമാണ്. ഞാൻ ആ സൗണ്ടൊക്കെ കുറേയൊക്കെ മ്യൂട്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ സംസാരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾക്ക് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. അപ്പോൾ ഇങ്ങനത്തെ കർണാടകയിലത്തെ ആൾക്കാർക്ക് എല്ലാവർക്കും ഈ ഹജ്ജിന് പോകാനായിട്ട് ഇവിടെ വന്നാലും കൂടുതൽ അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇത്. ഹജ്ജ് ഭവനാണിത്. ഈ സ്ഥലം ഇരിക്കുന്നത് നമ്മുടെ ബാംഗ്ലൂർ തിരുമനഹല്ലി എന്ന് പറയും. തിരുമനഹല്ലി ഈ ഹെഗ്ഡെ നഗർ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. ഈ ഹജ്ജ് ഭവൻ്റെ ഇവിടെ തന്നെ എയർപോർട്ടിലേക്ക് പോകുന്ന റോഡൊക്കെ ഉണ്ട് കേട്ടോ. യലങ്ക പിന്നെ ബെല്ലല്ലി എന്നൊക്കെ പറയില്ല, ആ ഏരിയയിലാണ് ഈ സാധനം ഇരിക്കുന്നത്. ബെല്ലല്ലിയുടെ അടുത്ത്
ഈ ഹജ്ജ് ഭവൻ ഇരിക്കുന്ന പ്രോപ്പർ സ്ഥലം തിരുമനഹള്ളി എന്ന് പറയും കേട്ടോ. ഞാനൊരു അഡ്രസ്സ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കണ്ടില്ലേ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ ഈ പോകാനുള്ള ആൾക്കാർ ഹാജിമാരൊക്കെ ഈ ഹജ്ജ് ഭവൻ്റെ അകത്തോട്ട് പോയി ഇനിയിപ്പോൾ അവർ ഈ സൈഡിൽ കൂടെയുള്ള ഇതിൽ കൂടെ എൻട്രൻസിൽ കൂടെയാണ് അവർ ഇറങ്ങി വരിക ബസ്സിൽ കയറാനായിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ബായ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്നത് കേട്ടോ. ആ പോണ ഹാജിമാരുടെ സ്വന്തക്കാരാണ് ഇതൊക്കെ. അപ്പോൾ ഇതെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾക്കൊന്ന് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കുമല്ലോ. വലിയ ബിൽഡിങ്ങാണ് കേട്ടോ ഈ ഹജ്ജ് ഭവൻ എന്ന് പറഞ്ഞാൽ. കണ്ടില്ലേ വലിയൊരു ബിൽഡിങ്ങാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ അകത്ത്. എത്ര ആൾക്കാർ വന്നാലും ഇരിക്കാനുള്ള സ്ഥലവും അതുപോലെ അവർക്ക് എല്ലാത്തിനും നിസ്കരിക്കാൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കുള്ള സൗകര്യമുള്ള വലിയൊരു ഹജ്ജ് ഭവനാണ് ഇട്ടത്. അതാ പറഞ്ഞത് കർണാടകയിലെ ഏറ്റവും വലുതാണ്. അതാണ് ഇവിടുന്ന് ഈ സ്ഥലത്തു നിന്നാണ് എല്ലാവരും കർണാടകയിലെ ഏത് ജില്ലയിലുള്ള ആൾക്കാരാണെങ്കിലും ഇവിടെ വന്നാലേ ഹജ്ജിന് പോകാൻ പറ്റുള്ളൂ. ഈ ഗവൺമെൻറ് കോട്ടയിൽ പോകുന്ന ആൾക്കാർ കേട്ടോ. അതുകൊണ്ട് പ്രൈവറ്റിന് പോകുന്നവർക്ക് ഇവിടെ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ബസ്സുകളിലാണ് ഇവരെ എയർപോർട്ടിലേക്ക് ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അതിനുള്ള ബസ്സുകളാണ് ഇതിട്ടാ. ഈ വലിയ ഡബിൾ ഡെക്കർ ഈ വലിയ സ്ലീപ്പിംഗ് കോച്ചുകളും ഉണ്ട്. പിന്നെ ഇതേപോലെ അത് മതിയായില്ലെങ്കിൽ ഇങ്ങനെ പോകാനുള്ള ചെറിയ മിനി ബസ്സുകളും ഉണ്ട്. അത് ചില സ്കൂളുകളുടെ വകയായിട്ട് അവർ സ്പോൺസർ ചെയ്തേക്കുന്ന ബസ്സുകളാണ്. അപ്പോൾ അതിലും പോകുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ഇതിലെല്ലാം ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ചെറിയ മിനി ബസ്സിലും ആൾക്കാരായിക്കോട്ടെ. കണ്ടില്ലേ ഹാജിമാരൊക്കെ പോളവർ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി ഉള്ളിൽ നിന്ന് ഹജ്ജ് ഭവനിൽ നിന്ന് ഇറങ്ങി വന്ന് എല്ലാവർക്കും സ്വന്തക്കാർക്കൊക്കെ കൈവീശി ഇത് പറഞ്ഞിട്ട് ഇപ്പോൾ ഓരോ ബസ്സിൽ ഏത് ബസ്സിലാണ് പോകേണ്ടത് അതിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടില്ലേ 2 തട്ടിലായിട്ടാണ് ആൾക്കാർ ഇരിക്കണം, മുകളിലും താഴത്തൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആൾക്കാർ കയറിയത് ഓരോ ബസ്സുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ ഒരു 4 മണി 4:30 ആയിട്ടുണ്ട്. ഇവരെ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ഹാജിമാരുടെ ഫ്ലൈറ്റ് എയർപോർട്ടിൽ നിന്ന് രാത്രി 7 മണിക്കാണ് കേട്ടോ. അപ്പോൾ ഈ വർഷത്തെ ഹജ്ജിന് പോണത് ഇവിടുന്ന് ഇപ്പോൾ 11ാമത്തെ ദിവസമാണ് കേട്ടോ. ഇന്ന് 11ാമത്തെ ട്രിപ്പാണ്. ഇന്ന് ഈ ഏപ്രിൽ 30-ാം തീയതി ആയിരുന്നു ഈ ഹജ്ജിൻ്റെ ഓപ്പണിങ് സെറമണിയൊക്കെ നടന്നത്. ഈ ഹജ്ജ് ഭവനിൽ ഓപ്പണിങ് സെറമണിയൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ചീഫ് മിനിസ്റ്റർ സിദ്ധരാമയ്യോ അങ്ങനെയുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് 1-ാം തീയതി തൊട്ടാണ് ഇവിടുന്ന് ഇപ്പോൾ ആൾക്കാർ ഹാജികൾ പോകാൻ തുടങ്ങിയേക്കണം. അപ്പോൾ നമുക്ക് എന്നാണ് ടേൺ കിട്ടണത് ആ അന്നത്തെ ദിവസമാണ് നമുക്ക് ഇവിടുന്ന് ഫ്ലൈറ്റ് കിട്ടുക. ഇതെല്ലാം ഗവൺമെൻറ് കോട്ടയാണല്ലോ, അത് കാരണമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോ ബസ്സുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് അടുത്ത ബസ്സിൽ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ വർഷത്തെ ഹജ്ജിൻ്റെ ആൾക്കാർ ഹാജിമാർ ഹജ്ജ് ഭവനിൽ നിന്ന് പോകണതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയാൻ പറ്റും. ഇതിനെപ്പറ്റി ഈ വീഡിയോ കാണുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ സ്വന്തക്കാർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതോടൊപ്പം നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഈ വീഡിയോ അയച്ചു കൊടുത്ത് എല്ലാവരോടും ലൈക്ക് ചെയ്യാൻ പറയണം, കമൻറ്റ് ചെയ്യാൻ പറയണം കേട്ടോ. ഒരു ദിവസം ഒരു ഫ്ലൈറ്റ് ഉള്ളൂ കേട്ടോ. ഒരു ഫ്ലൈറ്റ് ഉള്ളൂ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന്. അപ്പോൾ അത് രാത്രി 7 മണിക്കാണ്. സൗദിക്കാരൻ്റെ ഫ്ലൈറ്റാണ്. ഉണ്ടല്ലേ ബസ്സുകളൊക്കെ ആൾക്കാർ നിറഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ ബസ്സും ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ അവർക്ക് ബായ് പറഞ്ഞ് അയക്കാനുണ്ട്. അങ്ങനെ അടുത്തടുത്ത ഓരോ ബസ്സിലേക്ക് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഫ്ലൈറ്റിലുള്ള എല്ലാ ആൾക്കാരും ഇവിടെ നിന്ന് വന്നിട്ടുണ്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇനി നാളെ ഉണ്ട്. അങ്ങനെ ഈ മാസം ലാസ്റ്റ് വരെയൊക്കെ ഉണ്ടാവും കേട്ടോ. ലാസ്റ്റ് എന്ന് പറഞ്ഞൊരു 25-ാം തീയതി വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ആൾക്കാർ സ്വന്തക്കാർക്കൊക്കെ കൈവീശി ബായ് പറയാണ്. അവരുടെ സ്വന്തക്കാരൊക്കെ എല്ലായിടത്തും അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നുണ്ടാവുമല്ലോ. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭാഗ്യമാണ് ഈ ഹജ്ജ് പോയി ചെയ്യാന്ന് പറഞ്ഞാൽ. ചിലവർക്ക് എത്ര കാശും പണമൊക്കെ വെച്ചാലും ഇങ്ങനെയുള്ള ഇതിനൊന്നും പോകാനുള്ള ചിലപ്പോൾ ഭാഗ്യം ഉണ്ടായിന്ന് വരില്ല. ഈ ഹജ്ജിന് പോയി ഹജ്ജ് ചെയ്യാന്ന് പറഞ്ഞൊരു നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. അപ്പോൾ ഇതിന് അവസരം കിട്ടിയ എല്ലാവരും മിസ് ചെയ്യാണ്ട് പോയി ഹജ്ജൊക്കെ ചെയ്യണം. പിന്നെ ഈ പ്രാവശ്യം ചൂടൊക്കെ ഉണ്ട്, കുറച്ച് ചൂടുള്ള ക്ലൈമറ്റാണിപ്പോൾ. സൗദിയിലും നല്ല ചൂടുണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ പോകുമ്പോൾ അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൂടി മരുന്നുകളും നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം എടുത്തിട്ട് പോകണോട്ടോ മറക്കാണ്ട്. അപ്പോൾ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹാജിമാർ ഹജ്ജിന് പോണതിൻ്റെ നമ്മുടെ കർണാടകയിലെ ഹജ്ജ് ഭവൻ ഇരിക്കുന്നത് ബാംഗ്ലൂർ തിരുമനഹള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണിത്. എല്ലാവർക്കും കാണാനും ഇതിനെപ്പറ്റി അറിയാനുള്ള ഒരു വീഡിയോ ആണ് കേട്ടത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും ഇല്ല. ഈ വീഡിയോ അപ്പോൾ ഇവിടെ നിർത്തുകയാണ്.
അപ്പോൾ നിങ്ങളിത് കണ്ട് നിങ്ങളുടെ സ്വന്തക്കാർക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കേട്ടോ. പിന്നെ നിങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അവസരം കിട്ടിയ മറക്കാണ്ട് ഹജ്ജ് ഉംറയൊക്കെ ചെയ്യണം എന്ന് പറയുകയാണ്. അതുപോലെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. വലിയ ബസ്സുകൾ ഒരു 3-4 ബസ് ഉണ്ടായിരുന്നുണ്ട്, അതെല്ലാം പോയി, ആൾക്കാർ നിറഞ്ഞു പോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനത്തെ മിനി ബസ്സുകളാണ്. ഇത് സ്കൂളിൻ്റെ ബസ്സാണ്. ഇതൊക്കെ ഈ ഹാജിമാരനെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി അവർ കൊടുത്താക്കുന്നതാണ്. സ്കൂളുകാർ സ്പോൺസർ ചെയ്യണ ബസ്സുകളാണ്. ഇത് നല്ല നല്ല ബസ്സുകളാണ് കേട്ടോ. അപ്പോൾ ആ വലിയ ബസ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ബസ്സിലൊക്കെ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എല്ലാവരും ഇത്ര സമയത്തിനുള്ള എയർപോർട്ടിൽ എത്തുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് എല്ലാവരെയും പിക്ക് ചെയ്ത് എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാ ജില്ലകളിൽ നിന്നും കർണാടകയിലെ ആൾക്കാരോട് വന്നിട്ടുണ്ട് കേട്ടോ. ബെൽഗാം, ധാർവാഡ്, തുംകൂർ, ഹുബ്ലി, ബെല്ലാരി എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആരൊക്കെ ഹജ്ജിന് പോകണം അവരവിടുന്ന് എല്ലായിടത്തും ഇവിടെ വന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അവരൊക്കെ വന്നിട്ട് ആൾക്കാർ കണ്ടില്ല, റോഡിലൊക്കെ നിറയെ ആൾക്കാർ നല്ല കൂട്ടമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞാനപ്പോൾ ഈ വീഡിയോയോട് നിർത്താണ്. ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ, ബൈ.